പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തെ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 11-ാം വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് വാസ്തവമായി എന്ന വാക്കിനെ പറ്റിയാണ്. ഹല്ലേലൂയ. നോക്കൂ, വാസ്തവമായി ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വാസ്തവമായിട്ടായിരുന്നോ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പലപ്പോഴും നമുക്ക് ഒരു വിഷയത്തിന് മറുപടി കിട്ടാതിരിക്കുമ്പോൾ അത് സംഭവിച്ച് കഴിയുമ്പോഴാണ് അത് വാസ്തവമായിട്ട് ആ വാക്ക് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. ഇവിടെ നോക്കൂ, നമുക്കറിയാം പത്രോസിന് എങ്ങനെയായിരുന്നു വാസ്തവമായിട്ട് അറിയുവാൻ കാരണമായത്. പത്രോസ് അപ്പോസ്തലനെ 12-ാം അധ്യായം ആദ്യം മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോഴൊക്കെ അറിയാം പത്രോസിനെ കാരാഗൃഹത്തിൽ തടവിലാക്കിയിരുന്ന സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതായത് 4-ാം വാക്യം മുതൽ കാണും, അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭാ ശ്രദ്ധയോട് അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇതെല്ലാം നമുക്കറിയാം. ഹല്ലേലൂയ. പക്ഷേ ഒരു ദൂതൻ അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് അവൻ ദർശനത്തിലൂടെയാണ് കാണുവാൻ അറിഞ്ഞത്. വാസ്തവമായി നടക്കുന്ന സംഗതികൾ നമുക്കത് ദർശനമായിരിക്കാം. പലപ്പോഴും പണ്ട് പറഞ്ഞ വാക്തത്വങ്ങളിൽ ഒന്നായിരിക്കാം എന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണോ അത് സംഭവിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ വാസ്തവമായി എന്നുള്ള വാക്ക് ജീവിതത്തിൽ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. 6-ാം വാക്യത്തിൽ 12-ന്റെ 6 പറയുന്നു, അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. പ്രിയ മക്കളെ, നോക്കൂ, അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പു വാതിൽക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. അപ്പോഴാണ് പത്രോസിനെ സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അതുവരെ സംഭവിച്ചതൊന്നും വാസ്തവമായിരുന്നു എന്ന് പത്രോസിന് മനസ്സിലായില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇവിടെ നടന്നത്. ദൂതൻ അവിടെ വരെ കൊണ്ടെത്തിക്കേണ്ടതും വരെ കൊണ്ടെത്തിച്ചപ്പോഴാണ് വാസ്തവമായി ഇത് നടന്നതാണെന്ന്, ദർശനമല്ലായിരുന്നു, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. നമ്മൾ ബൈബിളിൽ ആദ്യമേ കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. വാസ്തവമായി എന്ന വാക്ക് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്
തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നോക്കൂ, ഹല്ലേലൂയ, പാമ്പ് കൗശലമേറിയതായിരുന്നു എന്ന് ആദ്യമേ തന്നെ പറയുമ്പോൾ തന്നെ അവൻ ഹല്ലേലൂയ കൗശല വാക്കുകൾ ഉപയോഗിക്കേണ്ടവന്റെ അടുക്കലേക്കാണ് ചെന്നത്, സ്ത്രീയുടെ അടുക്കലേക്കാണ് ചെന്നത്. ഹല്ലേലൂയ. അത് ചോദിക്കുന്നു, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ദൈവം എന്താണ് മനുഷ്യനോട് പറഞ്ഞതെന്ന് 15-ാം വാക്യം മുതലുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അത്രമാത്രമേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ചോദിക്കുകയാണ് സാത്താൻ, കൗശലമേറിയതായതുകൊണ്ട് കൗശലത്തിൽ തന്നെ സ്ത്രീയോട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, യഹോവയായ ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രിയ മക്കളെ, പലപ്പോഴും പലതിലും തെറ്റിക്കുവാനും വാസ്തവമായിട്ടുള്ള വാക്കുകൾ ഹല്ലേലൂയ നമ്മെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ദുരുപയോഗം, അതായത് ഹല്ലേലൂയ പലപ്പോഴും ഉപയോഗവുമായി തീരുന്നുണ്ട്, ദുരുപയോഗവുമായി തീരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാമാണ് അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയുള്ള വാക്കുകളാണ്, എവിടെയാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 47-ാം വാക്യത്തിൽ നോക്കുമ്പോൾ, ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. നോക്കൂ, ശതാധി നമുക്കറിയാം യേശുവിനെ ക്രൂശിച്ച ഹല്ലേലൂയ ആ സമയത്തുണ്ടായ സംഭവമാണ്. തൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കിയപ്പോൾ, രുചിച്ച അത് അനുഭവിച്ചത് കണ്ട് മനസ്സിലാക്കിയപ്പോൾ, നേരത്തെ നടന്ന ഓരോ കാര്യങ്ങളുമെല്ലാം യേശുവിൻ്റെ നിന്ന് കേട്ടതും അറിഞ്ഞതും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ വാസ്തവമായിട്ട് ഹല്ലേലൂയ ശതാധിപൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. ഇത് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നുവെന്ന്. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ 23-ാം അധ്യായം നമ്മളൊന്ന് വായിക്കുമ്പോൾ അറിയാം അതിൻ്റെ വാസ്തവം എന്തായിരുന്നു എന്ന്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് 24-ാം അധ്യായം 34-ാം വാക്യത്തിലെ ഹല്ലേലൂയ യേശുപ്പൻ ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായെന്ന് കൂടിയിരുന്നു പറയുന്ന 11 വരെയും കൂടെയുള്ളവരെയും കണ്ടു. നമുക്കറിയാം 24-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ആരോടൊപ്പം യേശു എങ്ങനെയൊക്കെ പോയി, ഹല്ലേലൂയ, അവരോട് എന്താണ് പറഞ്ഞതെന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വാസ്തവമായിട്ട് അവരവിടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ 11 കൂടെ ഇരിക്കുന്നത് ഹല്ലേലൂയ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രിയ മക്കളെ, ജീവിതത്തിൽ ഹല്ലേലൂയ നന്മകളെയും തിന്മകളെയും യഥാർത്ഥമായും ഹല്ലേലൂയ അല്ലാതെയും എല്ലാം നമ്മളെ വാസ്തവമായി മനസ്സിലാക്കുന്ന എന്താ, നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുമ്പോഴേ, കേട്ടറിയുമ്പോഴൊക്കെയാണ്, അതിൻ്റെ സത്യം അറിയുമ്പോഴാണ് വാസ്തവമായി ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് അറിയുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലും 31-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. പ്രിയ മക്കളെ, ഹല്ലേലൂയ, അവർ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശുവിൻ്റെ ശിഷ്യന്മാർ വാസ്തവമായിട്ടാകണമെങ്കിൽ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരാകണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 2:5 പറയുന്നുണ്ട്, എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ
അറിയുമെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. പ്രീതി മക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരെയും ദൈവത്തിന്റെ വചനം അറിയുന്നവരും വാസ്തവമായിട്ട് യേശുപ്പന്റെ വചനം കേട്ടറിഞ്ഞവരെല്ലാം മനസ്സിലാക്കിയവരാണ്. ഹല്ലേലൂയ, വാസ്തവമായിട്ട് അത് രുചിച്ചറിഞ്ഞവരാണ്. യേശു ആണെന്നും അനുഭവിച്ചറിഞ്ഞവരാണ്. യേശുപ്പന്റെ വാക്കുകൾ കേട്ടറിഞ്ഞവരാണ്. വാസ്തവമായി പ്രിയ മക്കളെ, ഇന്ന് നമ്മളും കർത്താവിനെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയണം. യേശു വാസ്തവമായിട്ട് നമ്മളുടെ ഇടയിൽ വന്നു, അത് ജീവിച്ചു, മരിച്ചു, ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റു. ഇനിയും കർത്താപ്പച്ചൻ വാസ്തവമായി വരും. അതാണ് നമ്മുടെ ഉറപ്പ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ വാസ്തവമായി ക്രിസ്തുവിൻ്റെ വചനം മനസ്സിലാക്കി അപ്പൻ്റെ വരവിനെ നോക്കി പാർക്കുന്നവരായി തീരുവാൻ അപ്പ ഇടയാക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ ഇന്നത്തെ വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിച്ച് രുചിച്ച് മനസ്സിലാക്കി വാസ്തവമായി യേശു ഹല്ലേലൂയ ഇനി വരുമെന്ന് ഉറച്ചു തന്നെ വിശ്വസിപ്പാൻ ഇടയാക്കണം. അപ്പൻ അങ്ങനെ അറിയുന്നതിന് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.